ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, അതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇടം കൂടിയാണ്. അപ്പോൾ അവിടെ ഏറ്റവും ഹൈ ട്രേഡിംഗ് സ്കിൽ ആവശ്യമുള്ള F&O ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ്, അതിൽ തന്നെയുള്ള സ്കാൽപ്പിംഗ്, ഇത്തരം ട്രേഡിംഗ് മുതൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് വരെയുള്ള പലതരം ട്രേഡിംഗ് രീതികളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏത് ട്രേഡിംഗ് രീതിയാണ് ഒരാൾക്ക് ഏറ്റവും അനുയോജ്യമാകുക എന്നുള്ളത് അയാളുടെ റിസ്ക് അപ്പിറ്റൈറ്റും അതുപോലെ അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീൻ ടൈമും അയാളുടെ ഒരു ക്യാപിറ്റലും ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഏത് ട്രേഡിംഗ് രീതിയാണ് ഒരാൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ട്രേഡിംഗ് രീതിയിൽ പൊതുവെ പോപ്പുലർ ആയിട്ടുള്ള, താരതമ്യേന സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് രീതിയാണ് സ്വിംഗ് ട്രേഡിംഗ്. മാർക്കറ്റിൽ ഒരു ട്രേഡിങ്ങും പൂർണ്ണമായിട്ടും റിസ്ക് ഇല്ലാത്തതല്ല, എല്ലാറ്റിലും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. എന്നാൽ ഇവിടെ സ്വിംഗ് ട്രേഡിങ്ങിൽ താരതമ്യേന സ്ട്രെസ് കുറവാണ്. കാരണം ഡേ ട്രേഡിങ്ങിൽ നമ്മൾ സെക്കൻഡുകൾക്കോ മിനിറ്റുകൾക്കോ ഉള്ളിൽ തീരുമാനങ്ങൾ എടുക്കണം. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിൽ സ്റ്റോക്കുകൾ ദിവസങ്ങളോ ആഴ്ചകളോ കൈവശം വെക്കുന്നതിനാൽ മാർക്കറ്റിൻ്റെ ചലനങ്ങൾ വിശകലനം ചെയ്യാൻ കൂടുതൽ സമയം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ സ്വിംഗ് ട്രേഡ് ആകുമ്പോൾ മാർക്കറ്റ് നോയ്സിൽ നിന്നുള്ള ഒരു ആശ്വാസം നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ വളറ്റിലിറ്റി അത് സ്വിംഗ് ട്രേഡേഴ്സിനെ വലിയ തോതിൽ ബാധിക്കില്ല. കാരണം അവർ സ്റ്റോക്കിൻ്റെ വലിയ ട്രെൻഡുകളെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസമുള്ള ഉയർച്ച താഴ്ചകളെയല്ല. കൂടാതെ സ്വിംഗ് ട്രേഡിങ്ങിൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തി കൃത്യമായ സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കാൻ സാധിക്കും. അപ്പോൾ അത് വലിയ നഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും ഉപകരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീൻ റൂമിൽ മുഴുവൻ സമയം ഇരിക്കാൻ സാധിക്കാത്ത പ്രൊഫഷണൽസിനും ബിസിനസ്സുകാർക്കുമൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ട്രേഡിംഗ് രീതിയാണ് സ്വിംഗ് ട്രേഡിങ്. കാരണം മാർക്കറ്റ് അവറിൽ നമ്മൾ വിശകലനങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം വിശകലനങ്ങൾ നടത്തിയാൽ മതി. കൂടാതെ ഡേ ട്രേഡിങ്ങിൽ ഒരു ട്രേഡർ ശ്രമിക്കുന്നത് ചെറിയ ലാഭത്തിനാണ്. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിൽ ഒരു സ്റ്റോക്കിൻ്റെ വലിയൊരു പ്രൈസ് മൂവ്മെൻറ്റ് ലക്ഷ്യമിടുന്നതിനാൽ ഒരു സിംഗിൾ ട്രേഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയും. അതായത് നിങ്ങളൊരു 10 ഇൻട്രാഡേ ചെയ്യുന്നതിൻ്റെ ലാഭം ഒരുപക്ഷെ ഒരു സിംഗിൾ സ്വിംഗ് ട്രേഡിലൂടെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെ ഒരു സ്വിംഗ് ട്രേഡിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ചാർട്ടുകളും സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളും കൃത്യമായിട്ട് പഠിക്കാൻ ആവശ്യത്തിന് സമയം കിട്ടും. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുകൊണ്ട് നമ്മളൊരു ട്രേഡ് ചെയ്യേണ്ടി വരുന്നില്ല. മറ്റൊരു പ്രത്യേകത, ദിവസവും നിരവധി ട്രേഡുകൾ ചെയ്യുമ്പോൾ ഡേ ട്രേഡിങ്ങിനെ അപേക്ഷിച്ചിട്ട് സ്വിംഗ് ട്രേഡിൽ ട്രേഡുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ബ്രോക്കറേജ് ചാർജുകളും മറ്റ് ടാക്സുകളും ഗണ്യമായിട്ട് കുറവായിരിക്കും. കൂടാതെ പൊതുവെ പല ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് കൂടുതൽ ചാർജ് ഈടാക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ സ്വിംഗ് ട്രേഡിംഗ് താരതമ്യേന സേഫ് ആണെങ്കിലും കൃത്യമായ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കാം. ഉദാഹരണത്തിന്, ഒരു സ്റ്റോക്ക് നമ്മൾ വിചാരിച്ചതിന് വിപരീതമായിട്ട് താഴോട്ടേക്ക് പോയാൽ എവിടെ വെച്ച് നഷ്ടം സഹിച്ച് പുറത്ത് കിടക്കണമെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെക്കാതിരുന്നാൽ സ്റ്റോക്കിൻ്റെ വില വൻതോതിൽ ഇടിയുകയും നമ്മുടെ ക്യാപിറ്റൽ വിചാരിച്ചതിലും അധികം നഷ്ടപ്പെടുകയും ചെയ്യും. ഇതേപോലെ സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ ഒരിക്കലും നഷ്ടം വന്ന സ്റ്റോക്കുകൾ വിൽക്കാതെ അതുമ്പോൾ തൂങ്ങി നിൽക്കരുത്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിയ ശേഷം അതിൻ്റെ വില കുറയുമ്പോൾ ഇനിയും എപ്പോഴെങ്കിലും വില കൂടുമെന്ന പ്രതീക്ഷയിൽ അത് വിൽക്കാതെ മാസങ്ങളോളം കൈവശം വെക്കുന്നത് സാധാരണമാണ്. അപ്പോൾ ഇത് നമ്മുടെ പണം മാർക്കറ്റിൽ ബ്ലോക്കായിട്ട് കിടക്കുകയും നല്ല അവസരങ്ങൾ മറ്റ് സ്റ്റോക്കുകളിൽ ഉണ്ടാകുമ്പോൾ അത് നഷ്ടപ്പെടുത്തുവാനും ഇത് ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നഷ്ടം സംഭവിച്ചു തുടങ്ങിയാൽ ഉടൻ തന്നെ നമ്മൾ അത് സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതുണ്ട്. അതേപോലെ സ്വിംഗ് ട്രേഡിംഗ് എന്നത് ദിവസങ്ങളോ ആഴ്ചകളോ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒന്നാണ്. എന്നാൽ ചിലർ സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വില മുന്നോട്ടേക്ക് പോയിട്ടില്ലെങ്കിൽ ഒരു ഫോമോ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ബാധിക്കുന്നത് കാരണം ധൃതി പിടിച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യും. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിങ്ങിനെ ഒരിക്കലും ഡേ ട്രേഡിംഗ് മെൻറ്റാലിറ്റിയോടുകൂടി കാണരുത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് മൊത്തത്തിലുള്ള മാർക്കറ്റ് താഴോട്ടേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ബിയർ മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് മാത്രം തിരിച്ചു മുകളിലോട്ട് പോകും എന്ന് കരുതി വാങ്ങുന്നത് റിസ്ക്കാണ്. കാരണം ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നാണ് ട്രേഡിങ്ങിൽ പൊതുവെ പറയാറുള്ളത്. മാർക്കറ്റിൻ്റെ പൊതുവായ ട്രെൻഡ് മനസ്സിലാക്കാതെ ട്രേഡ് ചെയ്യുന്നത് അബദ്ധങ്ങൾക്ക് കാരണമാകും. ഇതേപോലെ വളരെ വില കുറഞ്ഞ ലിക്വിഡിറ്റി ആവശ്യത്തിനില്ലാത്ത പെന്നി സ്റ്റോക്കുകളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. കാരണം ഇത്തരം സ്റ്റോക്കുകളിൽ പെട്ടെന്ന് വലിയ വിലക്കയറ്റം കണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വില താഴോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് വിൽക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും. അത് ലോവർ സർക്യൂട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ലിക്വിഡിറ്റിയുള്ള ക്വാളിറ്റി സ്റ്റോക്കുകളിൽ മാത്രം ട്രേഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സേഫ്. ഇതേപോലെ തന്നെ കൃത്യമായ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാതിരിക്കുന്നതും വലിയ തെറ്റാണ്. ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള മുഴുവൻ പണവും ഒരു സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ അബദ്ധമാണ്. അപ്പോൾ ഒരു ട്രേഡിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1% മുതൽ 2% വരെ മാത്രം റിസ്ക് എടുക്കുക. ഈ ഒരു പ്രിൻസിപ്പിൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അത്ര പെട്ടെന്ന് പൂജ്യമായി മാറുകയില്ല.
അപ്പോൾ ഇവിടെയാണ് റിസ്ക് റിവാർഡ് റേഷ്യോയുടെ പ്രാധാന്യം. അതായത് നമ്മൾ എടുക്കുന്ന റിസ്ക് അഥവാ നഷ്ടസാധ്യത, അതിലൂടെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള റിവാർഡ് അല്ലെങ്കിൽ ലാഭം, ഇതിൻ്റെ ഒരു അനുപാതത്തെയാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ₹1 ലാഭം ഉണ്ടാക്കുവാൻ നിങ്ങൾ എത്ര രൂപ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്നതാണ് റിസ്ക് റിവാർഡ് റേഷ്യോ. ഇപ്പോൾ ഉദാഹരണത്തിന് ₹100 വിലയുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുന്നു. അതിന് നമ്മൾ 95 എന്നുള്ള ഒരു സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കുന്നു. അതിൻ്റെ ടാർഗറ്റ് നമ്മൾ 110 എന്നും നിശ്ചയിക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ റിസ്ക് ₹5, നമ്മുടെ ലാഭം ₹10. അപ്പോൾ അതിൻ്റെ അർത്ഥം റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ്. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡിങ്ങിൽ എപ്പോഴും ഏറ്റവും കുറഞ്ഞത് 1:2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ 1:3 ആവാം, 1:4 ആവാം, ഇത്തരത്തിലുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള ട്രേഡുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു ഗുണം, നമ്മൾ ചെയ്യുന്ന പകുതി ട്രേഡുകൾ പരാജയപ്പെട്ടാൽ പോലും 50% ഒരു വിൻ റേറ്റ് അതിലുണ്ടാവും. അവസാനത്തിൽ ഒരു ലാഭത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിൽ നമ്മൾ ഏറ്റവും അധികം പിടികൂടുന്ന ഫോമോ എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്കിൻ്റെ വില പെട്ടെന്ന് മുകളിലോട്ട് ഉയരുമ്പോൾ അയ്യോ ഈ ലാഭം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് ഭയന്ന് കൃത്യമായ പഠനം നടത്താതെ ധൃതി പിടിച്ചിട്ട് നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുന്ന ആ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമുക്ക് എപ്പോഴും ഒരു കൃത്യമായ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു സ്റ്റോക്ക് എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എഴുതി തയ്യാറാക്കുക. ആ പ്ലാനിൽ വരാത്ത സ്റ്റോക്കുകളിൽ ഒരിക്കലും ചാടിക്കയറിയിട്ട് ട്രേഡ് ചെയ്യരുത്. അപ്പോൾ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, വല്ലാതെ അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകെ പോകരുത്. കാരണം മാർക്കറ്റിൽ അവസരങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത നല്ലൊരു അവസരത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് സ്റ്റോക്ക് എത്തുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നമുക്ക് ആപ്പുകളിൽ അലേർട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസം മുഴുവൻ ചാർട്ടിലേക്ക് നോക്കിയിരുന്ന് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ട്രേഡും അത് ചെയ്യാനുണ്ടായ കാരണവും രേഖപ്പെടുത്തി വെക്കുക. അതിൻ്റെ ഒരു ട്രേഡിംഗ് ജേർണൽ നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ ഒരു ഫോമോ കാരണം നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ വരുത്തി വെക്കുന്ന നഷ്ടം പിന്നീട് ഈ ജേർണലിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് സ്വയം തിരുത്താനുള്ള ഒരു അവസരം നൽകും. അതേപോലെ തന്നെ ഇന്ന് ഒരു അവസരം നഷ്ടപ്പെട്ടാൽ നാളെ ഇതിലും മികച്ച മറ്റൊന്ന് വരും. അല്ലെങ്കിൽ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഒരു ബിസിനസ് പോലെ ട്രേഡിങ്ങിനെ കാണാൻ ശീലിക്കുക. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ മികച്ച വിജയം നേടാൻ ടെക്നിക്കൽ സ്കില്ല് കൂടാതെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു ശേഷി അഥവാ ട്രേഡിംഗ് സൈക്കോളജിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പൊതുവെ സ്വിംഗ് ട്രേഡിങ്ങിൽ ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട സ്ട്രാറ്റജികൾ കാണാം. ഒന്ന് ബൈ ലോ സെൽ ഹൈ, മറ്റൊന്ന് ബൈ ഹൈ സെൽ ഹയർ. അപ്പോൾ ഈ ബൈ ലോ സെൽ ഹൈ ഇതാണ് താഴെ നിന്ന് വാങ്ങിയിട്ട് മുകളിലെത്തുമ്പോൾ വിൽക്കുക. ഇതാണ് ഭൂരിഭാഗം സ്വിംഗ് ട്രേഡേഴ്സും ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു രീതി. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വില താൽക്കാലികമായിട്ട് താഴത്തേക്ക് വരുമ്പോൾ വാങ്ങുക, എന്നിട്ട് വില പിന്നീട് കയറുമ്പോൾ വിൽക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ രീതി. അപ്പോൾ അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് ലെവലിലേക്ക് അല്ലെങ്കിൽ മൂവിങ് ആവറേജുകളിൽ, ഇപ്പോൾ 20-ഡേ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ 50-ഡേ മൂവിങ് ആവറേജിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ള ട്രെൻഡ് ലൈനിലേക്ക് തിരികെ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ റീട്രേസ്മെൻറ്റിൽ നമ്മൾ വാങ്ങുന്നു. ശേഷം അത് വീണ്ടും മുകളിലേക്ക് ഉയരുമ്പോൾ വിൽക്കുന്നു. അപ്പോൾ ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ മികച്ചതായിരിക്കും. കാരണം സ്റ്റോപ്പ് ലോസ് വളരെ കുറച്ചും എന്നാൽ റിവാർഡ് കുറച്ച് ഹൈയുമാണ്. അപ്പോൾ കുറഞ്ഞ റിസ്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ ഏറ്റവും മികച്ചത് ബൈ ലോ സെൽ ഹൈ എന്നുള്ള ഈ ഒരു പോപ്പുലർ മെത്തേഡ് തന്നെയാണ്. എന്നാൽ മൊമെൻറ്റം ട്രേഡിംഗ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു രീതി കൂടിയുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ നല്ല വിലയുള്ളതും ശക്തമായി മുന്നേറുന്നതുമായ ഒരു സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ ഭേദിച്ച് മുകളിലേക്ക് കുതിക്കുമ്പോൾ വാങ്ങുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരു പ്രത്യേക ലെവലിൽ തട്ടി നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് ആ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് വലിയ വോളിയത്തോടെ മറികടന്ന് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ വാങ്ങുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ലെവലിൽ എത്തുമ്പോൾ നമ്മൾ വിൽക്കുന്നു. ഈ ഒരു രീതിയുടെ ഒരു ഗുണം, അവിടെ ദിവസങ്ങളോളം സ്റ്റോക്ക് ഒരേ വിലയിൽ കിടന്ന് നമ്മുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആവുകയില്ല. എന്നാൽ ഇവിടെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഫോൾസ് ബ്രേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എപ്പോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ 2 ട്രേഡിംഗ് സ്ട്രാറ്റജിയിലും ഏറ്റവും പ്രായോഗികവും ഏറ്റവും മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നതുമായിട്ടുള്ള സ്ട്രാറ്റജി ബൈ ലോ സെൽ ഹൈ ആണ്. കാരണം ഇവിടെ കൃത്യമായ സപ്പോർട്ട് ലെവലിലാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നത്. എന്നാൽ മാർക്കറ്റ് വളരെ ശക്തമായ ബുൾ റണ്ണിലാണെങ്കിൽ ബൈ ഹൈ സെൽ ഹൈ എന്നുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കാം. കാരണം അവിടെ അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചുരുക്കത്തിൽ മാർക്കറ്റിൻ്റെ അവസ്ഥയും നമ്മുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിയും അനുസരിച്ചിട്ട് ഏത് വേണമെന്ന് തീരുമാനിക്കാം. എങ്കിൽ പോലും ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സപ്പോർട്ട് ലെവലിൽ വാങ്ങുന്ന ബൈ ലോ സെൽ ഹൈ എന്നുള്ള രീതി തന്നെയാണ് ഏറ്റവും സേഫ്. ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ട്രാറ്റജികളും കൂടാതെ ധാരാളം ടെക്നിക്കൽ ആസ്പെക്ട്സും ഇതിനുണ്ട്. അപ്പോൾ അത്തരം കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് വീക്കെൻഡിൽ സംസാരിക്കാം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.